വെൽക്കം ബാക്ക് ടു SSC മലയാളി. സോ മൈ ഡിയർ ആസ്പിരൻസ്, നമ്മളെല്ലാവരും കാത്തിരുന്ന RRB NTPC പരീക്ഷ എപ്പോൾ സംഭവിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇതാ ഒരു ഉത്തരമായിരിക്കുകയാണ്. ZN06/2025 RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഗുഡ് ന്യൂസ് ഫോർ യു. നമ്മുടെ എക്സാം കൃത്യം മാർച്ച് 16 തുടങ്ങി മാർച്ച് 27 വരെ ഏതാണ്ട് 11 ദിവസങ്ങളിലായിട്ടായിരിക്കും സംഭവിക്കുക. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. മാർച്ച് 16 മുതൽ മാർച്ച് 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. സോ നമ്മൾ പ്രതീക്ഷയിൽ നിന്ന് സ്വല്പം നേരത്തെ ആയിപ്പോയി. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഭൂരിഭാഗം പേരും ഏറ്റവും ആത്മാർത്ഥമായി ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ് നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ആരെങ്കിലും റെഡി അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു ഫീലിംഗുമായിട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും ഈ വീഡിയോയുടെ അവസാനം ഞാൻ തരുന്നതായിരിക്കും. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, സോ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട 2-3 ടൈം ലൈനുകൾ, പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമേ തിരിച്ചറിയുക, നമ്മുടെ എക്സാം ദിനത്തിന് 10 ദിവസം മുന്നേ തന്നെ നമ്മുടെ എക്സാം സിറ്റ് ചെയ്യാൻ ഡേറ്റ് ലിങ്ക് ആക്ടിവേറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എക്സാം 16 നടക്കുന്നതെങ്കിൽ അതിന് 10 ദിവസം മുമ്പ്, ഏതാണ്ട് മാർച്ച് 6 തന്നെ നിങ്ങളുടെ എക്സാം സിറ്റ് ചെയ്യാൻ ഡേറ്റ് ലിങ്ക് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, ഹൗഎവർ നമ്മുടെ ഈ കോൾ ലെറ്റേഴ്സ്, അതായത് അഡ്മിറ്റ് കാർഡ്സ്, സാധാരണഗതിയിൽ എക്സാമിന് 4 ദിവസം മുമ്പായിരിക്കും റിലീസ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യുവർ എക്സാം സിറ്റി ഇൻഫർമേഷൻ ഈസ് നോട്ട് യുവർ അഡ്മിറ്റ് കാർഡ്. പലരും ഇതിനെ ഇടകലർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലാണെന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല. എക്സാം സിറ്റി ഇൻഫോ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഇത് 10 ദിവസം മുമ്പേ തന്നെ വരും. നമ്മുടെ അഡ്മിറ്റ് കാർഡ് 4 ദിവസം, അതായത് എക്സാം ദിനത്തിന് 4 ദിവസം മുമ്പായിരിക്കും വരിക. ഇത് രണ്ടും ഒന്നല്ല, പലരും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ഓക്കെ, ആൻഡ് ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്. എപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ സെന്ററിൽ എക്സാമിനേഷന് എൻട്രിക്ക് മുമ്പ് തന്നെ ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ നമ്മൾ ആധാറിന്റെ ഒറിജിനൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആധാറിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുപോവുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ എൻഷുർ ചെയ്യണടാ, അതായത് നിങ്ങളുടെ UIDI വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ ലോഗ്ഡ് അല്ല എന്ന് എൻഷുർ ചെയ്യുക. അങ്ങനെ ലോഗ്ഡ് ആണെങ്കിൽ എക്സാമിനേഷൻ സെന്ററിൽ വരുമ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോപ്പർലി ഡൺ ആവില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് എന്നുള്ളൊരു പാഠം എക്സാമിനേഷൻ ദിനം തന്നെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പം ലോഗ്ഡ് അല്ല എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള എക്സാം ഡേറ്റുമായിട്ട്. ഓക്കെ, സോ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പം ഇൻഫർമേഷൻ കിട്ടാൻ പല സോഴ്സസ് ഉണ്ടല്ലേ. കൂണ് പോലെ മുളച്ചുവന്ന ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ചിലർ മലയാളം ഗ്രൂപ്പൊക്കെ മൊത്തം അംഗമായി സംതൃപ്തി വരാതെ ഹിന്ദി ടെലിഗ്രാം ചാനലുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ പോകുന്നവരുണ്ട്. ധാരാളം വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പം ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇത്തരം സോഴ്സസിലൂടെ പുറത്തു വിടുക. എന്നാൽ മറ്റ് ചിലരെങ്കിലും, ചെറിയൊരു വിഭാഗമെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യൂസിനൊക്കെ വേണ്ടി ഡേറ്റ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത പ്രൊസീജിയർ ഉണ്ടെന്ന് പറയുക, അങ്ങനെ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. അപ്പം അത്തരം ട്രാപ്പുകളിൽ വീഴാതിരിക്കുക. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ മാത്രം നിങ്ങൾ പോവുക. എന്തിന്? ഒഫീഷ്യൽ കൺഫർമേഷനും അതുപോലെ കൃത്യമായ വിവരങ്ങൾക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ എക്സാം ഡേറ്റ്സ് വന്നു. അപ്പോൾ ഇതുവരെ സാധാരണഗതിയിൽ പോകുന്ന നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി മെക്കാനിക്കൽ ആവേണ്ടതുണ്ട്. ഡെയിലി പ്രാക്ടീസ് വേണം, ഡെയിലി ഇൻറ്റൻസ് പ്രാക്ടീസ് വേണം, PYQ പ്രാക്ടീസ് വേണം, അതുപോലെ മോക്ക് ടെസ്റ്റ് ആൻഡ് ടൈം ബൗണ്ട് സോൾവിങ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. സോ ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് SSC മലയാളി ചെറിയ ടൈം പീരീഡിൽ തന്നെ ഒരുപാട് പേരെ അവർ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് എത്താൻ അവരെ ഗൈഡ് ചെയ്ത SSC മലയാളി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു RRB NTPC എക്സ്പ്രസ് ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബാച്ചിൻ്റെ ഒറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സെലക്ഷൻ മാത്രമാണ്. നിങ്ങളുടെ സെലക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ബാച്ചിലുണ്ട്. അത് നിങ്ങൾക്ക് മൺഡേ ടു സാറ്റർഡേ ലഭിക്കുന്ന ക്ലാസ്സുകൾ, അതിപ്പം ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ ഭാഗമായി വരുന്ന മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ട്സ്, അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഒരുപാട് പേർക്ക് പലയിടങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകും അല്ലേ. അതൊക്കെ നിവാരണം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മെൻറ്ററിങ് സപ്പോർട്ടും ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേവലം 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. താങ്ക് യു. ഓക്കെ.